ഗുഡ് ഈവനിംഗ്, നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക്. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കളം ചൂടുപിടിക്കുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം കേട്ട ചോദ്യമാണ് മകൻ അനിൽ ആന്റണിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പത്തനംതിട്ടയിൽ പോകുമോ എന്നത്. അദ്ദേഹം ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് താൻ പോയില്ലെങ്കിലും അനിൽ ആന്റണി അവിടെ തോൽക്കുമെന്നും അനിൽ ആന്റണി BJPയിൽ ചേർന്നത് ശരിയായില്ല, കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ BJPയിലേക്ക് പോകുന്നത് ശരിയല്ല എന്നുമൊക്കെ അനിൽ ആന്റണിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പരസ്യ പ്രസ്താവന AK ആന്റണി നടത്തിയിട്ടുണ്ട്. ഇതിനോട് അനിൽ ആന്റണി പ്രതികരിച്ചത് AK ആന്റണിയോട് തൻ്റെ പിതാവിനോട് സഹതാപം മാത്രം എന്നായിരുന്നു. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. AK ആന്റണിയുടെ ഇന്നത്തെ വാക്കുകൾക്ക് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? നിശ്ചയമായിട്ടുമുണ്ട്. കാരണം അനിൽ ആന്റണി പാർട്ടി വിട്ടു പോയതാണ് സമീപ കാലത്ത് കേരളത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിന് എതിരായിട്ട് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടുള്ള ഒരു പാർട്ടി മാറ്റം. പത്മജയുടേത് പോലുമല്ല. കാരണം AK ആന്റണി ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായി പരിഗണിക്കപ്പെടുന്ന ഒരാളും ജീവിച്ചിരിക്കുന്ന ഒരാളും കോൺഗ്രസിൻ്റെ പ്രഥമഗണ്യനായ രാജ്യത്തെ നേതാവുമാണ്, പ്രതിരോധ മന്ത്രിയാണ്, നെഹ്റു കുടുംബത്തിൽ ഏറ്റവും വിശ്വസ്തനായിരുന്ന ആളാണ്. അങ്ങനെ ഇരുന്ന ഒരാളുടെ മകൻ ആ അധികാരത്തിൻ്റെയും പാർട്ടിയിലും ഒപ്പം ഭരണാധികാരത്തിലുമെല്ലാം അച്ഛൻ്റെ പ്രിവിലേജസ് മുഴുവൻ അനുഭവിച്ച് വളർന്ന ഒരു മകൻ ഒരു ദിവസം പാർട്ടിയെ മുഴുവൻ തള്ളിപ്പറഞ്ഞ് അപ്പുറത്ത് പോയതാണ്. അതിനകത്ത് ആന്റണി എന്ത് പൊസിഷൻ എടുക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു. അത് ആ നിലയ്ക്ക് വലിയ തോതിൽ കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. അന്ന് AK ആന്റണി കണിശമായ പൊസിഷൻ എടുത്തിട്ടില്ല എന്നുള്ള വിമർശനം അദ്ദേഹം അതിനകത്ത് കേട്ടതാണ്. കാരണം പത്മജ വേണുഗോപാൽ പോയ സമയത്ത് K മുരളീധരൻ അതിനകത്ത് വളരെ കർശനമായ സമീപനം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. പത്മജ പോയതുകൊണ്ട് കോൺഗ്രസിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, K കരുണാകരൻ്റെ പാരമ്പര്യം ഇതല്ല, K കരുണാകരൻ്റെ ശവകുടീരത്തിനരികെ സംഘികൾ കയറി നിരങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. അത്രയും കണിശമായി അദ്ദേഹം അതിനകത്ത് വർത്തമാനം പറഞ്ഞു. പക്ഷേ ആന്റണി വൈകാരികമായ ചില പ്രതികരണങ്ങൾ ചില ഭാവപ്രകടനങ്ങൾ മാത്രം നടത്തി ഒഴിയുകയാണ് ചെയ്തത്. അപ്പോൾ സ്വന്തം മകൻ പാളയത്തിൽ നിന്ന് മാറി അപ്പുറത്ത് പോകുമ്പോൾ കുറച്ച് കടുത്ത ഭാഷയിൽ സംസാരിക്കാനും വ്യക്തത വരുത്താനും രാഷ്ട്രീയമായ ഒരു തീർച്ചയോടെ സംസാരിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത്രയും കാലം അദ്ദേഹം നിർവഹിക്കാതെ ഡിലേ ചെയ്യിപ്പിച്ചു. ഇപ്പോൾ അത് കണിശമായിട്ട് അദ്ദേഹം പറയുകയാണ്. ഇപ്പോൾ പത്തനംതിട്ടയിൽ അദ്ദേഹം പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ എവിടെയും പോകുന്നില്ല എന്ന് പറയുന്നു. വേണമെങ്കിൽ അദ്ദേഹത്തിന് പത്തനംതിട്ട മാത്രമായി പോകാമായിരുന്നു. കാരണം അദ്ദേഹം പോവേണ്ടതാണ്. കാരണം അത്രയും അധിക ഉത്തരവാദിത്വം ആന്റണിക്ക് ആ കാര്യത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഇമ്പാക്റ്റിൻ്റെ മാത്രമല്ല, അധിക ഉത്തരവാദിത്വം എന്ന് മാത്രമല്ല, ഈ ചെറുക്കൻ പറഞ്ഞു, അതായത് ആന്റണി ഒന്നും ഈ തീവ്രവാദിക്ക് വേണ്ടി പറയാൻ ഇവിടെ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന്. ആന്റണിയുടെ മകൻ പറയുന്നത് മുഴുവൻ ഒരു നിലയ്ക്കുള്ള ഒരു രാഷ്ട്രീയമായ നിലവാരമുള്ള സംഗതികളല്ല, ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുറേ പ്രതികരണങ്ങളാണ് അയാളുടെ ഭാഗത്തും വരുന്നത്. അതിനെ നമ്മൾ ആ പ്രസ്താവനകൾ എടുത്തു വെച്ച് അനലൈസ് ചെയ്യാൻ പോലും പറ്റില്ല. ഇവർക്ക് പാകിസ്ഥാനിൽ പോയി യൂണിറ്റ് ഉണ്ടാക്കിക്കൂടെ, ഇവർക്ക് രാജ്യസ്നേഹമില്ലാത്തവരാണ്, എതിരായി മത്സരിക്കുന്ന ആന്റണി തീവ്രവാദിയാണ് എന്നൊക്കെയാണ് ഈ അനിൽ ആന്റണി പറയുന്നത്. അപ്പോൾ അച്ഛൻ ഈ തീവ്രവാദിക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ വരില്ല എന്ന് അയാളൊരു കോൺഫിഡൻസ് പറയുമ്പോൾ വേണമെങ്കിൽ ആന്റണിക്ക് അവിടെ പോയെന്നുകൊണ്ട് ആന്റണിക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നത് കുറച്ചുകൂടി വലിയ സന്ദേശം കൊടുത്തതിനെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തായാലും BJP അവിടെ ജയിക്കാൻ പോകുന്നില്ല, പോയ മക്കളെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നില്ല, എൻ്റെ മതം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണെന്നൊക്കെ പറഞ്ഞ് ആന്റണി ഒരു വ്യക്തത വരുത്തുന്നത് നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനപ്പുറം പിന്നെ ആന്റണിയുടെ ഒരു ശൈലിയും അതാണ്. അയാൾ അങ്ങനെ കടുത്ത ഭാഷയിലൂടെ പ്രതികരിക്കുന്ന ഒരാളല്ല എന്ന് പുള്ളി വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് അനിൽ ആന്റണിക്കെതിരെ മോശം വർത്താനം പറഞ്ഞില്ല എന്ന നിരാശയുടെ ആവശ്യമൊന്നുമില്ല. അയാളൊരു പൊസിഷൻ പറഞ്ഞു, അത്രയും നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. ഈ അനിൽ ആന്റണിയെ തള്ളി പറഞ്ഞില്ല എന്നുള്ളത് വലിയ പഴി കേൾക്കേണ്ടി വന്ന സംഭവമാണ്. അപ്പോൾ ഇപ്പോഴാണ് ഈ ഇലക്ഷൻ കാലത്താണ് അങ്ങനെ ഒരു പ്രതികരണം പ്രത്യക്ഷത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ പഴി മാറിക്കിട്ടുമോ? ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് കൊണ്ട് അവിടെ UDF സ്ഥാനാർത്ഥിക്ക് അതൊരു മൈലേജ് ഉണ്ടാക്കുന്ന പ്രസ്താവനയുമല്ലേ? അല്ല, അതല്ലെങ്കിൽ തന്നെയും അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം പത്തനംതിട്ടയിൽ ഏതെങ്കിലും നിലക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമേ അല്ല. അവിടെ ആന്റണിയും തോമസ് ഐസക്കും തമ്മിലാണ് മത്സരം. അതിലിപ്പോൾ ഉണ്ടായ ആന്റണിയാണ് ഇപ്പോൾ അവിടുത്തെ സിറ്റിംഗ് MP. തോമസ് ഐസക് ഒരു മികച്ച കാൻഡിഡേറ്റാണ്. അദ്ദേഹം ഗംഭീരമായിട്ട് ഇലക്ഷൻ പ്രചാരണം കൊണ്ടുപോകുന്നുണ്ട്. അതിനിടയിൽ അനിൽ ആന്റണി എന്ന് പറഞ്ഞൊരു ഫാക്ടറേ അല്ല. പക്ഷെ അത് ഫാക്ടറാവുന്ന ഒറ്റ ഘടകം കൊണ്ട് മാത്രമാണ് അതൊരു ചർച്ചയ്ക്ക് പോലും വരുന്നത്. ആന്റണിയുടെ മകൻ മത്സരിക്കുന്നു, അതിലപ്പുറം ഒന്നുമില്ല. പിന്നെ നിഷാദ് പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷവും ഇലക്ഷൻ ക്യാമ്പയിലാകട്ടെ അതിന് മുമ്പാകട്ടെ ആ ചെറുപ്പക്കാരൻ ഒന്നാമത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വാചക ഘടന, അതിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം ഓരോ ദിവസവും മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങൾ എന്താണ്, ഈ തീവ്ര RSSകാർ പറയുന്ന രാജ്യദ്രോഹം, തീവ്രവാദം,
ഈ വക കാര്യങ്ങളല്ലാതെ പുള്ളി ഒന്നും പറയുന്നില്ല. നോക്കണം, ഈ കൊല്ലത്ത് ഒരു പട്ടാളക്കാരൻ്റെ പിറകിൽ PFI എന്ന് ചാപ്പ കുത്തി. അത് ദേശീയ തലത്തിൽ വലിയ വിഷയമാക്കിയത് ഈ മനുഷ്യനാണ്. എന്താണ്, പട്ടാളക്കാരന് രക്ഷയില്ല, കേരളത്തിൽ രക്ഷയില്ല, ഈ ജിഹാദികൾ, പട്ടാളക്കാരന് മുതുകത്തും കയറി ജിഹാദികൾ പെരുമാറുന്നു എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ട്വീറ്റ് ചെയ്ത് അത് ഏറ്റെടുക്കാൻ പാകത്തിൽ ഈ എന്താണ് ചാണക ചാനലുകൾ ഇങ്ങനെ നിരന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള ചാണക ചാനലുകൾ മുഴുവൻ അതിനെ പൊലിപ്പിച്ചെടുത്ത് അങ്ങനെയാണല്ലോ പിന്നെ ഇത് വിഷയമാവുന്നത്. അപ്പോൾ പിന്നെ ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെയുള്ള ഈ ചാനലുകളുടെ ആളുകൾ കൊല്ലത്ത് വന്നിറങ്ങുന്നു, ഭയങ്കരമായ റിപ്പോർട്ടിങ് കൊടുക്കുന്നു. അതിങ്ങനെ അതിൻ്റെ മൂർധന്യത്തിലെത്തുമ്പോഴാണ് ബലൂൺ പൊട്ടുന്ന മാതിരി അത് പൊട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പിറകിൽ ഈ കക്ഷിയാണ്. കാസർഗോഡ് ആ പെൺകുട്ടികളെ ബസ് തടഞ്ഞു നിർത്തി, എന്താണ് പുറത്തയിട്ട സ്ത്രീകൾ വന്ന് ബസ് തടഞ്ഞു നിർത്തി ഹിന്ദു യാത്രക്കാരെ എല്ലാം ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചാരണം നടത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ എഡിറ്റർ പ്രമോദ് അതിൽ ഖേദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്താ പുള്ളി മറുപടി പറഞ്ഞാൽ അറിയാം, അത് അന്നത്തെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് ഞാൻ പറഞ്ഞതാണ്. ഇത്രയും സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ആൻ്റണിയെ പോലെ ഒരാൾ ഇറങ്ങി അങ്ങേർക്കെതിരെ പ്രചാരണം നടത്തുന്നു വെച്ചാൽ അതിൻ്റെ ഒന്നും യാതൊരു കാര്യമില്ല. ആൻ്റണിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ആൻ്റണിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി വരിക എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഒരു വാല്യൂ അനിൽ ആൻ്റണിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് പുള്ളി ഇവിടെ വന്നിരുന്നു, നമ്മുടെ മീഡിയ ഉണ്ട്. ഏതാണ്ട് ഒരു പകൽ മുഴുവൻ ഇവിടെ എൻ്റെ കൂടെ തന്നെ ഞാനാണ് പുള്ളിയുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നത്. അന്നെന്താ ഈ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, IT KPCCയുടെ എന്തോ ഒരു IT ചാർജുമായിട്ടാണ് പുള്ളി നടക്കുന്നത്. സത്യം പറഞ്ഞാൽ അന്നേ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചാർജ് കൊടുത്തത്, എന്താണ് അങ്ങനെ ഉണ്ടല്ലോ ഒരു മനുഷ്യനായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ. പക്ഷെ BJP എന്താണെന്ന് വെച്ചാൽ BJP ഈ നിലക്കുള്ള ആളുകളെ സവിശേഷമായി കണ്ടെത്തി സ്ഥാനാർത്ഥികളാക്കുന്നതിൽ അങ്ങേയറ്റത്തെ മികവ് തെളിയിച്ചൊരു പാർട്ടിയാണ്. അതിലപ്പുറം ഒരു റെലവൻസും അതിലില്ല. ഇതിനകത്ത് തന്നെ ഉണ്ട് സ്വന്തമായിട്ടൊരു സംഗതി. അനിൽ ആൻ്റണി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളെ പിക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് സ്വന്തമായിട്ടൊരു സംഗതി പറയാനുണ്ടാവുന്നുണ്ട്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പോലും തിരുവനന്തപുരത്ത് അയാളുടെ സ്വന്തം എന്താ പറയുന്നത് വിൽപ്പന മൂല്യം എന്താണെന്നത് കൂടി അയാൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇത് സാക്ഷി മഹാരാജിനെ പോലെ എന്തെങ്കിലുമൊക്കെ പറയലാണ് BJPയിൽ പ്രവർത്തനം എന്ന് കൃത്യമായിട്ട് വിചാരിച്ച് അതുമാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരാൾ. അപ്പോൾ അനിൽ ആൻ്റണിക്ക് എന്തിനു വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ അയാൾ സ്വന്തമായിട്ടൊന്നുമില്ല. ആളുകളെ ഇമ്പ്രസ് ചെയ്യാനുള്ള ശേഷി എന്ന് പറയുന്ന സംഗതി, സ്വന്തമായിട്ടൊരു രാഷ്ട്രീയ ധാരണ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമി എന്താണെന്ന് കൂടി ഈ ചെറുപ്പക്കാരന് സത്യത്തിൽ മനസ്സിലായിട്ടില്ല. പുള്ളി ഉത്തരേന്ത്യയിലൊക്കെ ചില വർഗീയവാദികൾ പറയുന്ന സെയിം സംഗതിയുടെ പയറ്റിയാണ്. എല്ലാ അർത്ഥത്തിലും അവഗണനാർഹനായിട്ടുള്ള ഒരു യുവാവ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അനിൽ ആന്റണി എന്തെങ്കിലും സ്വാധീനം ചെലുത്തുമോ എന്നതിനപ്പുറത്തേക്ക് സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കുന്ന ആളുകൾ AK ആന്റണിയുടെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളാണ് ഇന്ന് കേട്ടത്. അതുകൊണ്ട് തന്നെ വലിയ പ്രസക്തിയുമുണ്ട്.